നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സോയാബീൻ വെച്ചൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. സോയ ചങ്ക്സ് റോസ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതീവ രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ അകത്താണ് സോയാബീൻ ഒന്ന് വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ്റെ ചങ്ക്സാണ്. സോയാബീൻ ചങ്ക്സ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറിയിരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് എടുക്കണം. ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 12 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില, ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. തക്കാളിയും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. പൊടികളൊക്കെ മൂപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രം മൂപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 2 ചെറിയ കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കിഴങ്ങ് ഇട്ടാലും മതി. കിഴങ്ങ് ചേർത്ത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തപ്പി പൊത്തി വെക്കാം. നമുക്ക് സോയാബീൻ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ വെച്ചിരുന്നു. അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു 3-4 പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തു. അതിനുശേഷം സോയാബീൻ വലുതായതുകൊണ്ട് 2ആയിട്ട് ഇതൊന്ന് മുറിച്ചു കൊടുത്തു. ഇത് നമുക്കിത് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതേപോലെ ഒന്ന് തപ്പിപ്പൊത്തി വെക്കാം. തപ്പിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയും. നമുക്ക് ഈ മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് തപ്പിപ്പൊത്തി വെച്ചിട്ടുണ്ട്.
ഒരു 2 to 3 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് നമുക്ക് ഈ കറിക്ക് ഒരു ഇച്ചിരി കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് പെരുംജീരകപ്പൊടിയാണ്. പെരുംജീരകപ്പൊടി വറുത്ത് പൊടിച്ചതാണ്. അതും ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കൊരു ഗ്രേവി പരുവത്തിന് കിട്ടാനും ആ കിഴങ്ങൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്തത്. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തപ്പി പൊത്തി വെക്കുക. തപ്പി പൊത്തി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കിഴങ്ങ് വെന്തോന്ന് നോക്കാം. കിഴങ്ങ് അപ്പോൾ ഒരു പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഇതേ ഫ്ലെയിമിൽ. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു, പിന്നെ സോയാബീൻ വേവിച്ച സമയത്ത്. അപ്പോൾ കുറച്ച് ഉപ്പ് പോരായും വേണ്ടി ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തീരെ ഡ്രൈ ആയിട്ടല്ല ഇത് ചെയ്യുന്നത്, കുറച്ച് ഗ്രേവി പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 1.5 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വേണം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട്. 3-4 പച്ചമുളക് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇടുക. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരൊറ്റ മിനിറ്റ് നമുക്കിതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഒരൊറ്റ സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം. കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്.
ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ഒരു സോയാബീൻ്റെ റെസിപ്പിയാണിത്, സോയാബീൻ പെപ്പർ റോസ്റ്റ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.